നമ്മൾ ഈ ബുൾജെറ്റ് ചാനലിൽ പണ്ടൊക്കെ നല്ല നല്ല വീഡിയോസ്, അവർ പല നാട്ടിലും പോയിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസൊക്കെ വരുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ആ ചാനൽ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാ വീഡിയോസും കാത്തിരുന്ന് കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഈയിടെയായിട്ട് ആ ട്രാവലർ MVD പിടിച്ചതിന് ശേഷം വന്ന പല വീഡിയോകളിലും ആ പഴയ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കാണുന്ന നേരം ആ ഒരു രീതിയിലായിട്ടൊന്നും തോന്നാത്തതുകൊണ്ട് മെല്ലനെ പിന്നെ അവരെ വീഡിയോസ് കാണുന്നത് മെല്ലനെ അങ്ങ് നിന്ന് പോയതാണ്. ഇപ്പം കുറച്ചധികം നാളായിട്ട് ഞാൻ അവരെ വീഡിയോസ് കാണില്ല. 2 ദിവസം മുന്നേ അവരെ ചാനലിൽ വന്ന ഒരു പോസ്റ്റർ ഞാൻ കണ്ട്, അവരൊരു ഷോർട്ട് മൂവി എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ മുന്നേ ഒക്കെ അവരെ ഏതോ സിനിമ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ പണിപ്പുരയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടൈമിലുള്ള വീഡിയോസൊക്കെ അന്നേരമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കാണാൻ നല്ല രസമാണ് അവർ വീഡിയോ, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കണ്ടിരിക്കാനൊക്കെ. പല ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പോസ്റ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വന്ന പോസ്റ്റർ എന്താണ്: എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയ്ക്ക് 1000 കൂപ്പുകൈ, സൂപ്പർ ഹിറ്റായി യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രദർശനം തുടരുന്നു. അവരൊരു ആരംഭം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് മൂവി എടുക്കുകയും ആ ഷോർട്ട് മൂവി ഇപ്പം 2-3 ദിവസം മുന്നേ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അവർ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും. ഞാൻ ആ വീഡിയോ അപ്പം തന്നെ എടുത്തിട്ട് ഈ ആരംഭം എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ട് തീർത്തത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അസഹനീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, മാരക വേർഷൻ. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്ക്? ഇങ്ങനെ ഒരു കൊലച്ചതി നിങ്ങളെ ആരാധിക്കുന്ന ആളുകളോട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത്രക്കും അസഹനീയമായിട്ടുള്ള, അത്രക്കും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അഭിനയിച്ചിട്ടുള്ള ആളായി കഴിഞ്ഞാലും എല്ലാം കൊണ്ടും സെറ്റപ്പായിട്ടുള്ള ഒരു ഷോർട്ട് മൂവി. അപ്പോൾ ഈ പോസ്റ്ററിൻ്റെ താഴത്ത് അവരെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ഇട്ട കുറച്ച് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റും കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം. തള്ളിന് അന്നും ഇന്നും കുറവില്ല. ഭയങ്കര തള്ളാണ് ഇവരെ തമ്പുനയിലായി കഴിഞ്ഞാലും ഇവരെ വാക്കുകളായി കഴിഞ്ഞാലും എല്ലാം തള്ളിനെ കൊണ്ടുള്ള പരിപാടിയാണ്. 10 കോടിയുടെ വീട്, 100 കോടിയുടെ വാഹനം എന്നൊക്കെ പറഞ്ഞിട്ടേ, അത് നല്ല പ്രസക്തമായിട്ടുള്ളൊരു കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ബ്രോ, ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോ ബട്ട് അഭിനയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരീൻ്റെ ഒരു സിമ്പിൾ. സത്യമാണ് കേട്ടോ. നിങ്ങൾ പ്രൊഡ്യൂസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ വശമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ദയവായിട്ട് അഭിനയിക്കല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സഹിക്കാനാവുന്നില്ല നിങ്ങൾ അഭിനയം കാണുന്നേരം. ചിലപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് ആയത് കൊണ്ടായിരിക്കാം, പോകെ ചിലപ്പോൾ നന്നാവുമായിരിക്കും. പക്ഷെങ്കിൽ ആ പോകെ നന്നാവുന്നത് വരെ നമ്മളെ പോലെയുള്ള ആളുകൾ തന്നെ സഹിക്കണ്ടേ. അടുത്ത കമൻ്റ്: ബെസ്റ്റ് ആക്ടർ കാക്ക, നാച്ചുറൽ ആക്ടർ പ്രതീഷ്, ഓവർ ആക്ടർ എന്നല്ലല്ലോ, ഓവർ ആക്ടിങ് എന്നല്ല വേണ്ടേ എബിനും, ഫ്ലോപ്പ് ആക്ടിങ് ലിബിനും. മൊത്തത്തിലൊരു ദുരന്തം. അയ്യോ, അങ്ങനെയൊന്നും പറയലപ്പാ. അടുത്തത്: നല്ല ഊമ്പിയ സിനിമ, ആ പിണങ്ങിപ്പോയ ഡയറക്ടർ രക്ഷപ്പെട്ടതാണ്. കുറേ മുന്നേ ഇവരെ ഏതോ ഒരു സിനിമ ഇറക്കാൻ പോകുന്നുണ്ട്, ആ സിനിമയുടെ ഡയറക്ടർ ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിൽ പോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നൊരു കമൻറ്റാണത്. ഇതുപോലെയുള്ള ചവറ് സാധനം ഇറക്കി ഓവറാക്കിയ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അടുത്തത്: ഇതോടുകൂടി നിർത്തിക്കോണം, നിങ്ങളുടെ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് ആരും കുറ്റം പറയുന്നില്ല, അത്രയേ ഉള്ളൂ. കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു ശരിയുള്ള പരിപാടിയല്ലല്ലോ. ഈ പോസ്റ്റിൻ്റെ താഴത്ത് വന്ന ഏതാണ്ട് 80% കമൻറ്റും ഇതുപോലെയുള്ള കമൻറ്റുകൾ തന്നെയാണ്. നന്നായിട്ടില്ല എന്നുള്ളത്. പിന്നെ കണ്ട എനിക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഭവം കൂടി ആ ഷോർട്ട് മൂവി സമ്മാനിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നിർത്തിക്കോ, വ്ളോഗ് മതിയെന്ന്. സത്യത്തിൽ ഇപ്പോൾ ആ പെരേര വാണത്തിനെയൊക്കെ സമ്മതിക്കണം. നേരെ എന്ന അവൻ്റെ സിനിമ ഇതിലും നല്ല കഥയും അഭിനയവുമായിരുന്നു. 1 രൂപ പോലും ഇല്ലാതെ ഫോണിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ക്യാമറയും സെറ്റും ലൈറ്റും പറയും എല്ലാം ഉണ്ടായിട്ട് കാണിച്ചതോ. എന്നാലും ഈ ബുൾജെറ്റ് സഹോദരന്മാരോട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ അഭിനയിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ മുന്നോട്ടേക്കുള്ള പോക്കിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കൂടി നിങ്ങളെ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് മാറും. അതുകൊണ്ട് വ്ളോഗ് പോരെ, ആ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരണം
ആ പഴയ രീതിയിൽ ആളുകളെല്ലാവരും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ പഴയ രീതിയിൽ വ്ളോഗ് തന്നെ നല്ല ഉഷാറായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.